നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 മഹാരാഷ്ട്രയ്ക്ക് വളരെയേറെ നിർണായകമായ ഒരു കാര്യമുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ നവംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുമാത്രമല്ല, പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ പോവുകയാണ്. ഹരിയാനയിലെ ഒരു സ്ഥിതി നമുക്കറിയാം. അവിടുത്തെ 90 സീറ്റുകൾ അവിടുത്തെ ഇപ്പോഴത്തെ കക്ഷിനില അനുസരിച്ച് BJPക്ക് വളരെ പരുങ്ങലിലാണ് അവരുടെ കാര്യം. ദുഷ്യന്ത് ചൗട്ടാല പിന്തുണ പിൻവലിച്ചതിന് ശേഷം BJPക്ക് ഏറെ പ്രതിസന്ധിയാണ്. ഹരിയാന ലോക്ഹിത് പാർട്ടിയും 2 സ്വതന്ത്രരും മാത്രമാണ് BJPയുടെ 40 MLA-മാരുടെ കൂടെയുള്ളത്. അവിടെ ഏത് രീതിയിലാണ് അട്ടിമറി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് ഇതുവരെയും BJPയുടെ ഇപ്പോഴത്തെ ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇനി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നവരെ ഏക്നാഥ് ഷിൻഡെ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏക്നാഥ് ഷിൻഡെയുടെ ഭരണം എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന വലിയ ചോദ്യം ഇവിടെയുണ്ട്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായത് BJP കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഉദ്ധവ് താക്കറെ തള്ളിയിടുക എന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ ലക്ഷ്യം. ഉദ്ധവ് താക്കറെ വളർന്നാൽ ശിവസേന വലിയ തോതിൽ BJPയേക്കാൾ അപ്പർ ഹാൻഡിലേക്ക് പോകും എന്നുള്ള ഒരു ചിന്ത അവരുടെ നേതൃത്വത്തിനുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഫഡ്നാവിസിനുണ്ടായിരുന്നു. ആ ചിന്തയെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കായിരുന്നു കഴിഞ്ഞ തവണ ഈ മഹാവികാസ് അഘാടി സർക്കാരിനെ, അതായത് 2 വർഷം മാത്രം പഴക്കമുള്ള മഹാവികാസ് അഘാടി സർക്കാരിനെ തള്ളിയിടാൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ BJP അവിടെ ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് സഖ്യകക്ഷിയായി BJP ഒപ്പം കൂട്ടിയത് അജിത് പവാറിനെ, അതോടൊപ്പം ഏക്നാഥ് ഷിൻഡെ. അതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏക്നാഥ് ഷിൻഡെയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ BJP നേടുകയാണെങ്കിൽ. കാരണം ഏക്നാഥ് ഷിൻഡെയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഒരു കാരണവശാലും BJPയിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയാൽ പോലും ഏക്നാഥ് ഷിൻഡെയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കരുത് എന്ന വലിയ രീതിയിലുള്ള ഒരു പരാമർശം ഉദ്ധവ് താക്കറെ നടത്തുകയുണ്ടായി. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ 5 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഈ 5 ഘട്ടങ്ങളിലും വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ നിരവധിയായ ലോക്സഭാ സീറ്റുകളിലെ പോളിംഗ് ശതമാനം വളരെ ഗണ്യമായി കുറയുന്നുണ്ട്. എന്നാൽ ഓവറോൾ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭാരതത്തിൽ യുവ വോട്ടർമാർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ജനസംഖ്യയിൽ 11 കോടി ജനങ്ങൾ വസിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 48 ലോക്സഭാ സീറ്റുകളുമുണ്ട്. ആ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പല കോണുകളിൽ നിന്നും ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേവലം ഒരു BJP ശിവസേന രാഷ്ട്രീയം മാത്രമല്ല, അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, നിരവധിയായ പാർട്ടികൾ ചേരുന്ന ഒരു വലിയ ഒരു സംഹിതയാണ് മഹാരാഷ്ട്ര എന്നുള്ള ഈ വലിയ സംസ്ഥാനത്തുള്ളത്. അതുമാത്രമല്ല, മഹാരാഷ്ട്രയിലെ ജനവിധി BJPക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായും അവർക്ക് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുകൂലമായിരിക്കും. അതേസമയം ജനവിധി പ്രതികൂലമാവുകയാണെങ്കിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ ഒരു പുതിയ താരോദയം തന്നെയായിരിക്കും. അതായത് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു മുന്നേറ്റം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ നടത്തും എന്നുള്ള പ്രത്യാശയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ ശരത് പവാർ.